എല്ലാവർക്കും നമസ്കാരം. കൊച്ചിക്കാരൻ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കരയിൽ എന്തൊരു സംഭവം ഉണ്ടായി. ആ സംഭവം ഏകദേശം എല്ലാവരും വാർത്തകളിലൂടെ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വേറെ ഒന്നുമല്ല, 20 വർഷമായിട്ട് അടച്ചു പൂട്ടിയിരുന്ന ഒരു വീടിനകത്ത് ഫ്രിഡ്ജിൽ നിന്നും മനുഷ്യ അസ്ഥികൾ കണ്ടെത്തി. ഈ ഒരു വാർത്ത കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായത്. എന്താണ് സംഭവിച്ചത്, ആരാണ്, എങ്ങനെ, ഇതെല്ലാവരുടെ മനസ്സിലേക്ക് വന്നു കാണും. വേറെ ഒന്നുമല്ല, നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരളത്തിൽ കാണാൻ പാടില്ലാത്ത പല കൊലപാതകങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നരബലി വരെ. അത്ര ക്രൂരമായി പെരുമാറുന്ന ആളുകളാണ് ഇപ്പോൾ കേരളത്തിൽ ഉള്ളതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്താണ്, എങ്ങനെയാണ്, എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി നമ്മുടെ മനസ്സിലുണ്ടായി. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്രിഡ്ജിനകത്ത് നിന്ന് കണ്ടെത്തിയ അസ്ഥികൾക്ക് ഏകദേശം 20 വർഷത്തെ പഴക്കമുണ്ട്. ഏകദേശം 20 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. മാത്രമല്ല, ഈ അസ്ഥികൾ കറക്റ്റായിട്ട് സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചിട്ടുള്ളത്. അതായത് കാലുകളുടെ ഭാഗം ഒരു കവറിലും, കൈകളുടെ ഭാഗം അതേപോലെ മറ്റുള്ള ഭാഗങ്ങളൊക്കെ ഒരു കവറിലും, തലയോട്ടി അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വേറൊരു ഇതായിട്ടാണ് സൂക്ഷിച്ചിട്ടുള്ളത്. മാത്രമല്ല, വിദഗ്ധരിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠനാവശ്യത്തിനായി ഈ മെഡിക്കൽ വിദ്യാർത്ഥികൾ അസ്ഥികൾ പഠനാവശ്യത്തിനായി എടുക്കുമ്പോൾ മാർക്ക് ചെയ്യും. അത്തരം മാർക്കുകൾ ഈ അസ്ഥികളിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വിദഗ്ധർ പറയുന്നത്. അതായത് മെഡിക്കൽ വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള ഒരാളാണ് ഈ സംഭവം അവിടെ കൊണ്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു വിദഗ്ധർ പറയുമ്പോൾ, അതായത് ഇങ്ങനെ മാർക്കുകൾ കണ്ടെത്തി എന്നൊക്കെ പറയുമ്പോൾ, നമ്മളുടെ കണ്ണ് ഓടിച്ചെല്ലുന്നത് ഈ പറയുന്ന ഈ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ഡോക്ടറിൻ്റെ മേലെ തന്നെയാണ്. ഈ ഡോക്ടർക്ക് മക്കളുണ്ട്. ഒരാൾ മനഃശാസ്ത്ര വിദഗ്ധനാണ്, ഒരാൾ ന്യൂറോ വിദഗ്ധനാണ്. അവർ ഇവിടെ ഒന്നല്ല, പുറത്താണ്, ഇന്ത്യക്കകത്തല്ല, ഫോറിൻ കൺട്രീസിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കണ്ണുകളെല്ലാം ഓടിച്ചെല്ലുന്നത് ഈ ഒരു ഡോക്ടറുടെ മേലേക്കാണ്. കാരണം വേറെ ഒന്നുമല്ല, ഏകദേശം 20 വർഷമായി പഴക്കമുള്ള ഒരു അസ്ഥിയാണ് കണ്ടെത്തിയതെന്ന് പറയുകയും, ഈ ഡോക്ടർ ഈ വീട് ഉപേക്ഷിച്ച് പോയിട്ട് ഏകദേശം 15 വർഷത്തിന് മേലെ ആയെന്നും ഈ ഡോക്ടർ പറയുന്നുണ്ട്. നമുക്ക് ആ വാക്കുകളൊന്ന് കേട്ട് നോക്കാം. ഡോക്ടറിന് എന്തെങ്കിലും അറിയാം ഇതിനെക്കുറിച്ച്? എനിക്കതൊന്നും അറിയില്ല. എന്ന് വൈകിട്ട് വിളിച്ചപ്പോഴറിഞ്ഞേ. ഞാനിവിടെ കഴിഞ്ഞ ജൂണിൽ വന്നതാണ് ലാസ്റ്റ്. വീട്ടിനകത്ത് പരിശോധിച്ചിട്ട് അന്നോ? അന്നില്ല. ഞാനിവിടെ നോക്കുന്ന ഒരാളുണ്ട്. പുള്ളി ഇവിടെ വന്ന് പുറത്തൊക്കെ നോക്കിയിട്ടല്ലേ പോകുന്നത്, വീട്ടിനകത്ത് കയറാറില്ല. വീടിനകത്ത് കയറി പരിശോധിക്കാനില്ല. നമ്മളിത് കഴിഞ്ഞ ഒക്ടോബർ നവംബറിൽ നമ്മൾ ഇത് ഡിമോളിഷ് ചെയ്തിട്ട് വേറെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഇവിടെ, അതിന് വേണ്ടിയിട്ടിരിക്കുകയത്. അപ്പം മഴയായിരുന്നത് കാരണം നമ്മൾ ഒന്നും ചെയ്തില്ല. ഇനിയിപ്പോൾ മാർച്ച് ഏപ്രിൽ ചെയ്യണമെന്ന് ധരിച്ചിരിക്കുമ്പോഴാണ്. വേറെ ആരെങ്കിലും എടുത്തു വെച്ചതായിരിക്കും. എന്താണ് ഒരു ഓബ്വിയസ്ലി ഇതിനകത്ത് കൊച്ചു കൊച്ചു ബോൺസ് ഓരോന്ന് അടുക്കി തിരിച്ച് വേറെ വേറെ പ്ലാസ്റ്റിക്, കൊച്ചു കൊച്ചു ബോൺസ് വേറെ വേറെ പ്ലാസ്റ്റിക് കൂടിനകത്ത് അടുക്കിയിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അല്ലാതെ വലിച്ചുവാരി ആയിരിക്കണം ഒബ്വിയസ്ലി. നമ്മളിപ്പോൾ കുട്ടികളെ ബോൺസ് അനാറ്റമിയിൽ പഠിക്കാൻ നേരത്ത് ചെയ്യുന്ന പോലെ കൈയുടെ ഈ പാമ്പിൻ്റെ ബോൺസ് എല്ലാം കൂടെ ഒന്നിച്ച്, കാലിൻ്റെ ഫുട്ടിൻ്റെ ബോൺസ് എല്ലാം കൂടെ ഒന്നിച്ച്, കശേരുക്കൾ വേർട്ടബ്ര എല്ലാം കൂടെ ഒരുമിച്ച് അതെല്ലാം നൂല് കെട്ടിയാണ് ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടത്. ഇനിയിപ്പോൾ അത് പോലീസിൻ്റെ അന്വേഷണം വരണം, ഫോറൻസിക് എക്സാമിനേഷൻ ഉണ്ടാവണം. ഇതൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മറ്റെന്തോ ആവശ്യത്തിന് കൊണ്ടുപോയ പോലെയാണ്. മറ്റേ ആവശ്യം കൊണ്ടുവന്നല്ലേ, എന്നിട്ട് ചുറ്റിക്കുട്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചെന്നുള്ളൂ. എല്ലാവരും വരാനുള്ളൊരു കാരണം എന്നുള്ളൊരു ചോദ്യം അത് പോലീസ് അറിയണ്ടല്ലേ. ഈ വീട് നോക്കുന്ന ആൾ ഇവിടെ ഉണ്ടോ? പുള്ളിക്കാരൻ വന്നിട്ട് പോയി എന്തോണം. അവരും നോക്കാന്ന് പറഞ്ഞാൽ നമുക്കൊരു 10-14 ഏക്കർ സ്ഥലമുണ്ട്. അത് വീട് പൂട്ടിയിരിക്കുമായിരുന്നോ? വീട് പൂട്ടി പുറത്തെ ഞങ്ങളുടെ വടക്കേ വാതിൽ അത് നല്ലോണം തള്ളിക്കഴിഞ്ഞാൽ തുറക്കാം. പഴയ വാതിലല്ലേ. പൂട്ടുണ്ടായിരുന്നോ? പൂട്ടുണ്ടായി, അതിനകത്ത് തന്നെയുള്ള പൂട്ടാണ് പണ്ടത്തെ വാതിലല്ലേ. അത് ശരിക്കും തള്ളിയെ തുറക്കാം. താമസിച്ചിട്ട് എത്ര 20 വർഷമായി? ഒരു 15 വർഷമായി എങ്ങനെയായാലും. അതിൽ കൂടുതലായെങ്കിലേ ഉള്ളൂ. 15 വർഷം മിനിമമായി. അന്നൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് വന്ന് താമസിച്ചിട്ട് പോയായിരുന്നു, പിള്ളേരൊക്കെ ചെറുതായിരുന്ന സമയത്ത്.
പിന്നെ പിള്ളേർ പഠിക്കാൻ പുറത്തേക്ക് പോയി. നേരത്തെ സാമൂഹ്യ വിരുദ്ധ ശല്യം ഉണ്ടെന്നൊക്കെ നാട്ടുകാർ വല്ലപ്പോഴും അത് റുട്ടീനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് അങ്ങനെ നമ്മൾ വിചാരിച്ചത് അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷേ അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇടയ്ക്ക് വരും, ഇടയ്ക്ക് എന്തെങ്കിലും ശല്യം ഉണ്ടാവാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഏകദേശം 15-18 വർഷത്തോളമായി അദ്ദേഹം ഈ ഒരു വീട് ഉപേക്ഷിച്ച് എറണാകുളം സിറ്റിയിലേക്ക് മാറി താമസിച്ചിട്ട്. അദ്ദേഹം ഒരു വിദഗ്ധനായിട്ടുള്ളൊരു മനഃശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ മക്കളും ഡോക്ടർമാരാണ്. അവരിവിടെയല്ല, അവർ ഇന്ത്യക്ക് പുറത്താണ്. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഈ ഒരു വീട് പൊളിച്ചിട്ട് അവിടെ ഒരു ഹോസ്പിറ്റൽ പണിയുക, അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്ലാനുകൾ. അപ്പോൾ ഈ ഒരു വർഷത്തോടു കൂടി ആ ഒരു ഹോസ്പിറ്റലിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഈ ഒരു ന്യൂ ഇയറിന് നിരവധി സാമൂഹ്യ വിരുദ്ധരാണ് ഈ ഒരു വീട്ടിനകത്ത് കയറുകയും മറ്റുള്ള നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്തത്. അതിനോടനുബന്ധിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള റെയ്ഡ് അവിടെ നടന്നത്, പോലീസുകാരുടെ റെയ്ഡ് നടന്നത്. അവിടുത്തെ ആളുകൾ എന്താണ് ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മയക്കുമരുന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉപയോഗ സാധനങ്ങൾ ലഭിക്കുമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു റെയ്ഡ് അവിടെ നടത്തിയത്. പക്ഷേ നടന്നത് വേറൊന്നാണ്. ജനങ്ങളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ കണക്കുകളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ 20 വർഷം പഴക്കമുള്ള അസ്ഥികൾ ഈ ഡോക്ടർ വീട് മാറിപ്പോയിട്ട് ഏകദേശം 15-18 വർഷമായി എന്ന് പറയുമ്പോൾ വിരൽ ചൂണ്ടുന്നത് ഡോക്ടർക്ക് നേരെ തന്നെയാണ്. മാത്രമല്ല ഡോക്ടർമാരുടെ മാർക്കിങ്സ് കൂടെ ഈ അസ്ഥികളിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറാണോ ഡോക്ടറിൻ്റെ മക്കളാണോ എന്നുള്ളതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നമുക്കറിയാം. അല്ല ഇനി വേറെ ആരെങ്കിലും ആണോ എന്നുള്ളതും വരും ദിവസങ്ങളിൽ അറിയാം. ഈ ഒരു അസ്ഥി ആരുടേതാണ്, സ്ത്രീയുടേതാണോ പുരുഷൻ്റേതാണോ, ഇനിയുള്ള ദിവസങ്ങളൊക്കെ ഇതിൻ്റെ അപ്ഡേറ്റുകളായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.